പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ശൂനോയ നോയമ്പിലെ 12-ാം ദിവസം നമ്മൾ വീണ്ടും ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളായി നമ്മുടെ ജീവിതം തന്നെ സമർപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും കുറേ അപേക്ഷകളും കണ്ട സ്വപ്നങ്ങളും എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഈ ഒരു ശൂനോയ നോയമ്പിൽ നമുക്കറിയാം, മാതാവും ഉണ്ണീശോയും ഉള്ളൊരു ബന്ധം എത്ര സ്നേഹത്തിൻ്റെ ബന്ധമായിരുന്നു, എത്ര ആഴത്തിലുള്ളൊരു ബന്ധമായിരുന്നു. ഒരു അമ്മ മകൻ എന്നൊരു സ്നേഹബന്ധം. അതുപോലെ തന്നെ അമ്മയായ മാതാവും ഒരു ഭാഗത്ത് കർത്താവായ യേശുമിശിയുടെ ശിഷ്യയായിരുന്നു, എന്നാൽ അതേ സമയത്ത് കർത്താവിൻ്റെ അമ്മയുമായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ അമ്മ, എന്നാൽ കർത്താവിൻ്റെ നല്ല യോജിച്ച ഒരു ശിഷ്യം. അപ്പോൾ നമ്മളും ഈ കർത്താവായ യേശുമിശിയുടെ ശിഷ്യന്മാരായി തീരണം. എന്നാൽ അതിലപ്പുറത്ത് ഈ കർത്താവുമായി ഒരു സ്നേഹത്തിൽ, ഒരു ആഴത്തിൽ ഒരു ബന്ധം നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് ഇന്ന് ഈ ശൂനോയ നോയമ്പിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇവിടെ അമ്മ കാനായിലെ കല്യാണത്തിൽ ആ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ, ഒരു കുടുംബത്തിൻ്റെ അപമാനത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇവിടെ അമ്മ മാതാവ് നടത്തുന്നത്. ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വിവാഹ വിരുന്നിൽ എല്ലാവരും കടന്നു വന്നു, പക്ഷേ അവർക്ക് വിളമ്പാൻ വേണ്ടി വീഞ്ഞില്ല. അപ്പോൾ അത് ഒരു നാട്ടിൽ അതെല്ലാവരും ഒരു വലിയൊരു ചീത്ത പേരാണ്. അവരെല്ലാവരെയും ക്ഷണിച്ചു, പക്ഷേ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഇവിടെ അമ്മ മാതാവ് കർത്താവിൻ്റെ മുമ്പാകെ ഒരു അപേക്ഷയാണ് വെച്ചത്, അവർക്ക് വീഞ്ഞില്ല. കാനായിലെ കല്യാണത്തിൽ ഒരുപക്ഷെ മാതാവ് കർത്താവിൻ്റെ മുമ്പാകെ വെച്ച അപേക്ഷ അവർക്ക് വീഞ്ഞില്ല. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതേ അമ്മയും മാതാവ് നമ്മുടെ എല്ലാ അമ്മയാണ്, നമ്മളെ സ്നേഹിക്കുന്ന അമ്മയാണ്, നമ്മളെ സംരക്ഷിക്കുന്ന അമ്മയാണ്. ജപമാല കയ്യിലെടുത്താൽ അവനൊരു ശക്തിയാണ്. ജപമാല പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവമാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാവും എന്നെല്ലാം നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് വെറുതെ ഒരു കേൾവിയല്ല, സത്യമാണ്. എന്നാൽ ഇവിടെ നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി, നമ്മൾ വിശ്വാസികളായി നമുക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കുന്നതെന്നറിയാമോ? ഇവർക്ക് നന്മയില്ല, ഇവരുടെ നന്മയെല്ലാം ചോർന്നുപോയി. ഇവർക്ക് സ്നേഹമില്ല, സ്നേഹത്തിന് പകരം ഇവർക്കെല്ലാം പ്രതികാരമാണ്. ഇവർക്ക് സ്നേഹത്തോട് പെരുമാറാൻ അറിയില്ല, ദേഷ്യമാണ്. അല്ലെങ്കിൽ ഇവിടെ മാതാവ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് ഈ കർത്താവിൻ്റെ സ്നേഹത്തെയും, ഈ കർത്താവിൻ്റെ സ്വഭാവത്തെയും, ഈ കർത്താവിൻ്റെ മനോഭാവത്തെയും, ഈ കർത്താവിൻ്റെ വിശ്വാസത്തെ കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മനോഭാവം നമുക്കുണ്ടാകണം, കർത്താവിൻ്റെ വിശ്വാസം നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ വിശ്വാസം സ്വർഗസ്ഥനായ പിതാവിനോട് എങ്ങനെയാണോ അതേപോലെ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കർത്താവായ യേശുമിശിഹ അവസാനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ് എന്നാണ് കർത്താവായ യേശുമിശിഹ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇവിടെ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മളെ രക്ഷിക്കാനും വിശ്വാസിയായ നമുക്ക് നല്ല ക്രിസ്ത്യ ജീവിതവും ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നേടിത്തരാനും ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഇവിടെ മാതാവ് അപേക്ഷിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കണം, ദൈവമാതാവ് കാനായിലെ കല്യാണത്തിൽ മാത്രമല്ല മധ്യസ്ഥം വഹിക്കുന്നത്. ദൈവമാതാവ് അനുദിന ജീവിതത്തിൽ മക്കളായ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി, കൃപയിൽ ജീവിക്കാൻ വേണ്ടി, കർത്താവുമായ ഒരു ബന്ധത്തിൽ ജീവിക്കാൻ വേണ്ടി ദൈവമാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ കാഠിന്യം സ്വഭാവം മാറ്റാനും മാതാവിനെ പോലെ വിനയത്തോടെ എളിമപ്പെട്ട സ്വഭാവത്തിൽ നമുക്കും ജീവിക്കാം. മാതാവ് അപേക്ഷിച്ചതുപോലെ അനേകം വ്യക്തികൾക്ക് വേണ്ടി നമ്മളും അപേക്ഷിക്കാം. അനേകം വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശൂനോയ നോയമ്പ് അനുഗ്രഹത്തിന് നോയമ്പായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ നോയമ്പ് പൂർത്തിയാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.